ഹലോ നമസ്കാരം, എല്ലാവർക്കും ടേസ്റ്റ് ഓഫ് കേരളയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല പഴുത്ത ബനാന വെച്ചിട്ടുള്ള ഒരു കേക്കാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. പോകാം വീഡിയോയിലേക്ക്. നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദ, നല്ലവണ്ണം പഴുത്ത ഒരു നേന്ത്രപ്പഴം, 1 കപ്പ് പൊടിച്ച പഞ്ചസാര, കുറച്ച് കാഷ്യൂ, ഒരു 3 മുട്ട. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ മുട്ടയാണ്, അതുകൊണ്ട് 3 എണ്ണം. നിങ്ങളുടെ കയ്യിൽ ഒരു മീഡിയം സൈസ് മുട്ടയൊക്കെ ആണെങ്കിൽ 2 എണ്ണം എടുത്താലും മതിയാവും. കുറച്ച് ടൂട്ടി ഫ്രൂട്ടി, വാനില എസൻസ്, പിന്നെ കുറച്ച് ബട്ടർ. ഇത്രയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. രണ്ട് കപ്പ് മൈദയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇനി ഒരു ബൗളിലേക്ക് ഒരു 2 ടീസ്പൂണോളം ബട്ടർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ച പഞ്ചസാരയുടെ ഒരു 3/4 ഭാഗത്തോളം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മുട്ടയിലേക്ക് ഒരു 10 ഡ്രോപ്സ് വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഫ്ലഫി ആവേണ്ട കാര്യമില്ല, നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഞാൻ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയും ബട്ടറും കൂടെ ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഈ എഗ്ഗിലേക്ക് ഇട്ട് കൊടുത്ത് അതുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് പഴം നന്നായിട്ട് മിക്സിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ അല്പാൽപ്പമായിട്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഒരുപാട് കുത്തി ഇളക്കരുത്, പതുക്കെ പതുക്കെ ഇതുപോലെ ഇളക്കി അല്പാൽപ്പമായിട്ട് മൈദ ഇട്ടിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൃത്യമായിട്ടുള്ള പരുവം. നമുക്കിതിലേക്ക് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇതേസമയം നമുക്കൊരു പാത്രം, ഒരു അലുമിനിയം പാത്രം നമുക്ക് പ്രീഹീറ്റ് ചെയ്യാം. ഒരു കേക്ക് ട്രേ എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കുന്നുണ്ട്. ഒരുപാട് ആവശ്യമില്ല, കാരണം നെയ്യ് അധികം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഡ്രൈ ആയി പോകും. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം നെയ്യ് തടവി കൊടുത്ത് നമുക്ക് ബാറ്റർ അതിലേക്ക് ഒഴിക്കാം. ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്ത ശേഷം നന്നായിട്ട് ഇങ്ങനെ തട്ടി കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കാഷ്യൂ, ട്യൂട്ടി ഫ്രൂട്ടി അത് കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് സിമ്മിലിട്ട് ഏകദേശം ഒരു 30-35 മിനിറ്റോളം നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഞാനിത് സ്ക്യൂവർ വെച്ച് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സ്ക്യൂവറിൽ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാണ്. നമ്മുടെ കേക്ക് നല്ലവണ്ണം ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചൂടാറിയ ശേഷം മാത്രം കട്ട് ചെയ്യുക. ഇത് നോക്കിയാൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, ഇങ്ങനെ പൊടിഞ്ഞു പോരുന്നുണ്ട് സോഫ്റ്റായിട്ട്. അത്ര നന്നായി വന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.